ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ മഴക്കാലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മഴക്കാലം കർക്കിടക മാസം എന്നതുപോലെ തന്നെ മെയ് മാസം അവസാനത്തോടു കൂടി തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും ഒട്ടും പുറകിലല്ല. എന്നാൽ പാലക്കാട് മലനിരകളും ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നിലവിലെത്തിയിട്ടില്ല. മറ്റ് മലപ്പുറങ്ങളിലും കോഴിക്കോടും കണ്ണൂരും ഭാഗങ്ങളിലെല്ലാം വന്നിട്ട് റോഡ് ഇടിയിലും അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ന്യൂസിലൂടെ അതെല്ലാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലുണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെയുള്ള ഈ മഴ പെയ്തുകൊണ്ട് അമിതമായിട്ടുള്ള വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് മനുഷ്യരാൽ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് തടയാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മളെക്കൊണ്ട് തടയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് തടയാം. തിളപ്പിച്ചാറിയ വെള്ളം മാക്സിമം എല്ലാവരും, കുട്ടികളും ഉൾപ്പെടെ വലിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മഴക്കാലത്ത് വെള്ളം, പൈപ്പ് വെള്ളമാണെങ്കിലും ബോർവെല്ല് വെള്ളമാണെങ്കിലും കിണർ വെള്ളമാണെങ്കിലും നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി ഉണ്ടാവും. വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ മാക്സിമം ഹെൽമെറ്റ് ധരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാറുകളും വലിയ വാഹനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളുടെ വൈപ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ തുടയ്ക്കാൻ, അതായത് വെള്ളം നീക്കിക്കളയാൻ ഉപയോഗിക്കുന്ന വൈപ്പർ അത് പുതുതായിട്ട് വാങ്ങുകയോ അല്ല എന്നുണ്ടെങ്കിൽ പഴയത് വളരെ വൃത്തിയായി അത് വെള്ളം ക്ലീനായി പോകുന്നുണ്ടോ എന്നുള്ളതും കൂടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് നമ്മളൊരു യാത്ര നടന്ന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ഗ്ലാസ്സുകളിലുള്ള വെള്ളം നീങ്ങാതെ ഇരുന്നാൽ അത് വളരെ വലിയ കാഴ്ചയ്ക്ക് നമുക്കൊരു പ്രശ്നമുണ്ടാവും. അപ്പോൾ അത് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കും. മാത്രമല്ല, ഈ മഴക്കാലങ്ങളിൽ നമ്മൾ വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ബ്രേക്ക് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലങ്ങളിൽ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ ഉണ്ടാവും. വെള്ളക്കെട്ടുകളിൽ നിന്ന് നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അതിൽ ബ്രേക്ക് കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്ക് വലിയൊരു വിഷയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടയർ നോക്കുക. ഇനി നമ്മൾക്ക് അടുത്ത ജൂൺ 2-ാം തീയതി കുട്ടികൾക്കെല്ലാം സ്കൂൾ തുറക്കാൻ പോകണം. മഴകളൊന്നും ഇല്ലെങ്കിൽ അതാത് പ്രദേശങ്ങളിലുള്ള ജില്ലാ കളക്ടർമാരുടെ അനുവാദത്തോടു കൂടിയിട്ട് തന്നെ, ഇപ്പോൾ മുഖ്യമന്ത്രി 2-ാം തീയതി സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മഴ കനത്ത മഴകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജൂൺ 2-ാം തീയതി തന്നെ തുറക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾ പോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ കുട്ടികളെ മാക്സിമം അവരെ മഴ നനയാതെയും അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, മഴക്കാലമാണ്, ഒരുപാട് സ്പീഡ് പോകാതെ കുട്ടികളെ വളരെ സംരക്ഷണത്തോടു കൂടിയിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ രക്ഷിതാക്കൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും സ്കൂളിൽ പോകുന്ന സമയത്തും അവരെ വണ്ടിയിൽ കൈപ്പിടിച്ച് കയറ്റി വിട്ടതിന് ശേഷം മാത്രം മാക്സിമം ടൗൺ ഏരിയകളിലാണെങ്കിലും ഉള്ളേരിയകളിലാണെങ്കിലും അതുപോലെ തന്നെ പേപ്പട്ടികളുടെ ശല്യങ്ങളുണ്ട്, നായ്ക്കളുടെ ശല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക് ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വാഹനങ്ങളിൽ കയറുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മളുടെ ഒരു സ്നേഹ സംഭാഷണമാണ്. അല്ലാതെ വലിയ അറിവുകളോ വലിയ കൊമ്പത്തെ വിചാരം കൊണ്ടൊന്നും അല്ല ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടു കൂടി നമ്മളൊരു കുടുംബം പോലെ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന നമ്മളുടെ സ്നേഹമുള്ള കുടുംബമായിട്ടുള്ള നമ്മൾ ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു ഉപദേശമായിട്ട് കാണുക.